നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇനിയോ അടുത്തതായിട്ട് വ്യാസഭഗവാൻ ദൈവീ സമ്പത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കുന്നത് അലോലുപ്ത്വം, ലോലുപതയില്ലായ്മ, ഒന്നിലും കൊതിയില്ലായ്മ, ആസക്തിയില്ലായ്മ. അതാണ് ഈ ലോകത്ത് മനുഷ്യർ വിവിധങ്ങളായ ആഗ്രഹങ്ങൾ വച്ച് പുലർത്താറുണ്ട്. ആ ആഗ്രഹങ്ങൾ സാത്വികമായ ആഗ്രഹങ്ങൾ നല്ലത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ രാജസവും താമസവുമായ ആഗ്രഹങ്ങളോ അത് അത്ര കണ്ട് ശുഭകരവുമല്ല. രാജസവും താമസവുമായ ആഗ്രഹങ്ങൾ, പലതിനോടും അമിതമായിട്ടുള്ള ആസക്തി, ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനമാനങ്ങളോട്, അധികാരങ്ങളോട്, പ്രപഞ്ച പദാർത്ഥങ്ങളോട്, സാമ്രാജ്യത്തോട് ഒക്കെ ആസക്തി, അത് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ മനസ്സിന് സമാധാനമില്ല. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതായ സാത്വികമായ മാർഗങ്ങൾ ഒരിക്കലും ഫലപ്രദം ആകുന്നില്ല എന്നുള്ള തോന്നൽ പലപ്പോഴും വരും. എന്ന് മാത്രമല്ല, ആ സാത്വികമായ ആഗ്രഹങ്ങൾ, സാത്വികമായ മാർഗങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഈ അത്യാഗ്രഹങ്ങൾ നടന്നു എന്ന് വരില്ല, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകും. സാത്വികമായ മാർഗത്തിലൂടെ പോകുമ്പോൾ അത് നേടിയെടുക്കാൻ കാലതാമസം വരും. ചിലപ്പോൾ അത് കിട്ടിയില്ലെന്നും വരും, കിട്ടിയാലും അത് കയ്യിൽ നിലനിന്നില്ല എന്നും വരും, പലപ്പോഴും ആഗ്രഹിച്ച അളവിൽ ലഭിച്ചില്ല എന്നും വരും. ഇങ്ങനെ പല പ്രകാരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ മനസ്സിൽ ഏതെങ്കിലും വസ്തുവിലുള്ള അതിമോഹം വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകും. അപ്പോൾ അധികം പേരും കുറുക്കുവഴികൾ അവലംബിക്കും. ധർമാധർമ്മങ്ങളെക്കുറിച്ചൊന്നും പിന്നെ ചിന്തിക്കാൻ നിൽക്കുന്നില്ല. ധർമ്മമേത് അധർമ്മമേത്, അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ, രാജസമോ താമസമോ ആയ ആഗ്രഹങ്ങൾ, അതൊന്നും നല്ല ആഗ്രഹങ്ങളല്ല. നേടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തിൻ്റേതാണ് മാർഗമെങ്കിൽ ആ മാർഗം ആ ആഗ്രഹങ്ങളെ പങ്കിലമാക്കും. അത് വലിയ ദുഃഖങ്ങൾക്ക് കാരണമായും തീരും. ഇതൊന്നും അവർ ചിന്തിക്കാറില്ല. എളുപ്പത്തിൽ ആഗ്രഹം നേടാൻ ശ്രമിക്കുക. ദുര്യോധനൻ ചെയ്തു അതാണല്ലോ. തൻ്റെ ആഗ്രഹം എളുപ്പത്തിൽ നേടണം. നേരിട്ട് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുക്കാൻ പറ്റൂല. അപ്പോൾ എന്തു വേണം? ശകുനി പറഞ്ഞു കൊടുത്തു, യുദ്ധം ചെയ്യാതെ നമുക്കത് പിടിച്ചെടുക്കാം. എങ്ങനെ? ചൂത് കളിച്ചിട്ട്. യുധിഷ്ഠിരന് ചൂതുകളിയിൽ വലിയ താല്പര്യമാണ്. ചൂത് കളിക്കാരനാണ് താൻ എന്നുള്ളതായ ഒരു അഭിമാനമുണ്ട്. പക്ഷേ അയാൾക്ക് കള്ളച്ചൂത് അറിയില്ല. എനിക്കതറിയാം. ഞാൻ അയാളെ ചൂതിന് വരുത്തി കഴിഞ്ഞാൽ തോൽപ്പിക്കും കള്ളച്ചൂതിലൂടി. ദുര്യോധന, നീ യുധിഷ്ഠിരനെ ചൂതിന് വെല്ലുവിളിക്കുക. യുധിഷ്ഠിരൻ വരും. യുധിഷ്ഠിരൻ ചൂത് കളിക്കട്ടെ, നിനക്ക് വേണ്ടി ഞാൻ കളിക്കും. അക്ഷങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായി നിയന്ത്രിച്ചു നിർത്താൻ എനിക്കറിയാം. അതിനുള്ള തന്ത്രങ്ങളുണ്ട്. അതൊക്കെ കള്ളച്ചൂതിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. യുധിഷ്ഠിരനത് മനസ്സിലാവില്ല. അങ്ങനെ അവൻ്റേതായിട്ടുള്ളതെല്ലാം പിടിച്ചെടുക്കാം.
എളുപ്പത്തിൽ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടിയിട്ട് തനിക്ക് യാതൊരു അവകാശവുമില്ലാത്തതായ സാമ്രാജ്യത്തെ, വേറൊരാളുടെ സാമ്രാജ്യത്തെ, സുസഹോദരനായ യുധിഷ്ഠിരൻ്റെ സാമ്രാജ്യത്തെ പിടിച്ചെടുക്കാൻ ദുര്യോധനൻ ചെയ്തതായ ആ പരിശ്രമം എങ്ങോട്ടേക്കാണ് പോയത് എന്ന് നമുക്കറിയാം. അത് ലോലുപത കൊണ്ടുണ്ടാകുന്നതാണ്. അത് ആസുരീ ബുദ്ധിയാണ്. ആ ലോലുപത മനുഷ്യന്, ജീവരാശിക്ക് ദുഃഖം വിതയ്ക്കുന്ന സകല യുദ്ധങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ ലോലുപതയാണ്. അതിൻ്റെ അഭാവം, അതാണ് അലോലുപ്തം, അതായത് ഒന്നിലും കൊതിയില്ലായ്മ. ധാർമ്മികമായിട്ടുള്ളത് മാത്രമേ ചിന്തിക്കൂ, ധാർമ്മികമായിട്ടുള്ളത് മാത്രമേ പ്രവർത്തിക്കൂ. ധർമ്മവിരുദ്ധമായി യാതൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. അതുകൊണ്ട് ലാഭമുണ്ടാകുന്നു, നഷ്ടമുണ്ടാകുന്നു, സുഖമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു, ഇതൊന്നും നോട്ടമില്ല. ധർമ്മത്തിന് വേണ്ടി മാത്രം സമർപ്പിതമായ ജീവിതം, അതാണ് അലോലുപത. അതാണ് ദൈവീബുദ്ധി. ദൈവീബുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ടതായ വേറൊരു ധർമ്മം. ഇതിനകത്ത്, മഹാഭാരതത്തിനകത്ത് അലോലുപതയുടെ അനേകം ദൃഷ്ടാന്തങ്ങൾ, മുഹൂർത്തങ്ങൾ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പല കഥാപാത്രങ്ങളിലൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ നമ്മുടെ ചർച്ചയ്ക്കെടുക്കുന്നു. ആ കഥാപാത്രം വേറെ ആരുമല്ല, നമുക്കെല്ലാം സുപരിചിതയായിരിക്കുന്ന കുന്തിയാണ്. പാണ്ഡവ മാതാവായ കുന്തി. അലോലുപതയുടെ, ഒന്നിലും കൊതിയില്ലാത്ത, ഭൗതിക സുഖങ്ങളിലോ സ്ഥാനമാനങ്ങളിലോ അധികാരങ്ങളിലോ ഒന്നിലും കൊതിയില്ലാത്ത, തനിക്ക് അവകാശപ്പെട്ട അധികാരത്തിൽ പോലും കൊതിയില്ലാത്ത, അത്യധികം ഉദാത്തമായിരിക്കുന്ന, സാത്വികമായിരിക്കുന്ന മനോനില, അതാണ് ആ പാണ്ഡവ മാതാവിൻ്റേത്. കുന്തിയുടെ ജീവിതം ബാല്യം തൊട്ടങ്ങനെ തന്നെയാണ്. ദൈവീ സമ്പത്തിൻ്റെ പൂർണ്ണതയാണ് കുന്തിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആ ജീവിതത്തിൽ കടന്നു വന്നതായ സംഭവങ്ങൾ ഒന്നൊന്നായി നാം നോക്കുമ്പോഴേക്കും അലോലുപത നമുക്ക് കാണാം. അതിലെ ഒരു പ്രധാനപ്പെട്ടതായ സന്ദർഭം, അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ അവസരത്തിൽ, ഈ ദൈവീ സമ്പത്തിൻ്റെ ഉത്തമമായിട്ടുള്ള മാതൃക എന്നുള്ള നിലയിൽ കൊണ്ടുവരാനായിട്ട്, എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, യുധിഷ്ഠിരൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ നാടുവാഴുകയാണ്. അങ്ങനെ നാടുവാഴുമ്പോഴേക്കും വലിയച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്രനെയും വലിയമ്മയായിരിക്കുന്ന ഗാന്ധാരിയെയും എല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് യുധിഷ്ഠിരൻ സംരക്ഷിക്കുന്നുണ്ട്. എങ്കിലും ധൃതരാഷ്ട്രന് ഒരു സമാധാനവുമില്ല. എന്തുകൊണ്ടെന്നാൽ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക്, 18 അക്ഷൗഹിണികൾക്ക്, അവരുടെ ബന്ധുജനങ്ങൾക്ക് മുഴുവൻ ദുഃഖം വിതച്ചത് ആ യുദ്ധമാണ്. അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള അധികാരം തന്നിൽ ഇരുന്നിട്ടും, എല്ലാവരെയും ദുഃഖത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താനുള്ളതായ അധികാരം തന്നിലിരുന്നിട്ടും താനത് പ്രവർത്തിക്കാതെ മകനോടുള്ളതായ അമിത വാത്സല്യം മൂലം താൻ ഉൾപ്പെടെ എല്ലാവരുടെയും ദുഃഖത്തിന് ഏക കാരണക്കാരനായി മാറി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും സമാധാനമില്ല. മനസ്സിനെ സമാധാനപ്പെടുത്താൻ പല പ്രകാരത്തിൽ ശ്രമിച്ച് സാധിക്കുന്നില്ല. അനേകം ആളുകൾ ഉപദേശിച്ചു, വിശേഷിച്ചും വിതുരൻ. പക്ഷേ അതൊന്നും സമാധാനമേകുന്നില്ല. കാരണം ഉണ്ടായ നഷ്ടങ്ങൾ അത്രയേറെ വലുതാണ്. അതെല്ലാം തൻ്റെ കാരണത്താൽ. കൊട്ടാരത്തിലുള്ള ജീവിതം മടുത്തു. തൻ്റേതായിരുന്ന രാജ്യം ഇപ്പോൾ തൻ്റെ മകൻ ശത്രുവായി കണ്ട പാണ്ഡുവിൻ്റെ പുത്രൻ്റെ കയ്യിലാണ്. ആ വ്യത്യാസങ്ങളൊന്നും യുധിഷ്ഠിരൻ കാണിക്കുന്നില്ല. അർജുനനും
നകുലനും സഹദേവനും ആ വ്യത്യാസങ്ങളൊന്നും കാണിക്കുന്നില്ല. പാഞ്ചാലിയും ആ വ്യത്യാസങ്ങളൊന്നും കാണിക്കുന്നില്ല. ഭീമസേനൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് ചില കുത്തുവാക്കുകൾ പറയും. അരുത് എന്ന് യുധിഷ്ഠിരൻ വിലക്കിയിട്ട് പോലും ചിലപ്പോൾ ചില കുത്തുവാക്കുകൾ ഭീമൻ പറയും. ഭീമൻ്റെ ഉള്ളിൽ പഴയ സംഭവങ്ങളെല്ലാം ചിലപ്പോൾ തിളച്ച് പൊങ്ങും. അതുകൊണ്ട് ഈ കൊട്ടാരം വിടണം. ഈ കൊട്ടാരത്തിലിരിക്കുമ്പോഴേക്കും പഴയ അനുഭവങ്ങളെല്ലാം ഒന്നൊന്നായി വരുന്നു. മക്കളിവിടെ ഓടിക്കളിച്ച് നടന്ന കാലം എല്ലാം ഓർമ്മയിൽ വരും. പാഞ്ചാലി സഭാമധ്യത്തിൽ വച്ചിട്ട് അവമാനിക്കപ്പെട്ട കാര്യം തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ തന്നെ തെറ്റിനാൽ ഒക്കെ ഓർമ്മ വരും. അതുകൊണ്ട് ഈ കൊട്ടാരത്തിലിരിക്കേണ്ട, ഇനി സന്യസിക്കുക, കാട്ടിലേക്ക് പോവുക, തപസ് ചെയ്യുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഉറ്റവരാരും അതിന് സമ്മതിക്കുന്നില്ല. യുധിഷ്ഠിരനൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ നിർബന്ധം പിടിച്ചു. ധൃതരാഷ്ട്രൻ കാനനത്തിലേക്ക് പോകുന്നു, കാട്ടിൽ തപസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെ ഹസ്തിനാപുരം വിട്ട് കാട്ടിലേക്ക് പോകുമ്പോഴേക്കും ആചാരമനുസരിച്ചുള്ളതായ പൂജാതി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. അതിന് സമ്പത്ത് വേണം. ഇപ്പോൾ സമ്പത്തെല്ലാം യുധിഷ്ഠിരൻ്റെ കയ്യിലാണ്. വിതുരനെ യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് സന്ദേശവാഹകനായിട്ട് അയച്ചു. യുധിഷ്ഠിരൻ ഈ ഖജനാവിലെ മുഴുവൻ സമ്പത്തും വലിയച്ഛനുള്ളതാണ്, വലിയച്ഛന് ഇഷ്ടം പോലെ അതിൽ നിന്നെടുക്കാം എന്ന് പറഞ്ഞ് അത് മുഴുവൻ കൊണ്ടുവന്ന് വലിയച്ഛൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അനേകം പൂജാകർമ്മങ്ങൾ ചെയ്തു, ദാനധർമ്മം യഥേഷ്ടം ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നാലെ ഗാന്ധാരിയുണ്ട്. ഗാന്ധാരിയുടെ തോളിലെ ഒരു കൈകൊണ്ട് പിടിച്ചാണ് ധൃതരാഷ്ട്രൻ നടക്കുന്നത്. ഗാന്ധാരിയുടെ മുന്നിൽ അപ്പോൾ കുന്തിയുണ്ട്. ഗാന്ധാരിയുടെ കയ്യ് കുന്തിയുടെ തോളിൽ വെച്ചിട്ടുണ്ട്. മുന്നാലെ കുന്തി, തൊട്ടുപിറകെ ഗാന്ധാരി, ഗാന്ധാരിക്ക് പുറകെ ധൃതരാഷ്ട്രൻ. ഗാന്ധാരിയുടെ കൈ കുന്തിയുടെ തോളിലുണ്ട്. തൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന ഗാന്ധാരിയുടെ കയ്യെ കുന്തി മുറുകെ പിടിച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രൻ്റെ കണ്ണ് കാണില്ല. ഗാന്ധാരിക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിലും അവർ തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ലെന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ സ്വന്തം കണ്ണ് കെട്ടിക്കളഞ്ഞു. അങ്ങനെ ഗാന്ധാരിക്കും ഫലത്തിൽ കാഴ്ചയില്ല. രണ്ടുപേർക്കും കാഴ്ചയായിട്ട് കണ്ണായിട്ട് മുമ്പേ കുന്തി നടക്കുന്നു. വിതുരനും കാനനവാസത്തിന് നിശ്ചയിച്ചു. സഞ്ജയനും അതേ പ്രകാരത്തിൽ തന്നെ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. ബന്ധുജനങ്ങളെല്ലാം ഈ കാഴ്ച കണ്ട് പൊട്ടിക്കരയുന്നു. പോകരുത് പോകരുത് എന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ധൃതരാഷ്ട്രൻ പരിപൂർണമായ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഗാന്ധാരിയും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് മാറ്റമില്ല. അങ്ങനെ ബന്ധുജനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നാട്ടുകാർ ആ വഴിയോരത്ത് നിന്നുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയുന്നു. കാര്യങ്ങൾ എന്തൊക്കെയായാലും, എന്തൊക്കെ സംഭവങ്ങൾ ഹസ്തിനാപുരവുമായി ബന്ധപ്പെട്ട് കുരുക്ഷേത്രത്തിൽ നടന്നു എന്ന് വന്നാലും അവരുടെ മഹാരാജാവാണ്, അതും അന്ധനായിരിക്കുന്ന മഹാരാജാവ്. പിന്നെ ഗാന്ധാരി, അവരെ സംബന്ധിച്ചിടത്തോളം മഹാറാണി, അവരുടെ അമ്മ. പിന്നെ കുന്തി, അവരിതാ കാട്ടിലേക്ക് പോകുന്നു. വിതുരൻ കാട്ടിലേക്ക് പോകുന്നു. നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാവരും കരയുന്നു. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും സുഭദ്രയും എല്ലാവരും കരഞ്ഞുകൊണ്ട് അവരോടൊപ്പം നടക്കുകയാണ്. അങ്ങനെ ആ കാനനത്തിലേക്കുള്ള ആശ്രമവാസത്തിലേക്കുള്ള ധൃതരാഷ്ട്രൻ്റെ യാത്ര ആരംഭിക്കുന്നു. ധൃതരാഷ്ട്രൻ എല്ലാവരെയും മടക്കി അയക്കുകയാണ്. നഗരത്തിൻ്റെ വാതിലിൽ നിന്ന് കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി ആരും കൂടെ വരാൻ പാടില്ല, അവരെല്ലാം നഗരത്തിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു മടങ്ങിപ്പോകാൻ.
അനേക തവണ പറഞ്ഞു. എന്നിട്ടും അവർ മടങ്ങിപ്പോകുന്നില്ല. നിർബന്ധിച്ച് അവരെ തിരിച്ചയച്ചു. ബന്ധുജനങ്ങളെ നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണ്. ആർക്കും തിരിച്ചു പോകാൻ സമ്മതമില്ല, നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും തിരിച്ചയച്ചു. ഇനി പാണ്ഡവന്മാരും പാഞ്ചാലിയും സുഭദ്രയുമുണ്ട്. അമ്മയെ കൂട്ടിക്കൊണ്ട്, കുന്തിയെ കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോകാൻ അതാണ് പാണ്ഡവന്മാരുടെ ആഗ്രഹം. കുന്തി തങ്ങളോടൊപ്പം ഹസ്തിനാപുരത്തേക്ക് വരും എന്ന് അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് അമ്മയുടെ മുമ്പിൽ ചെന്ന് അമ്മയോട് പറയുന്നു, അമ്മേ വരണം, അമ്മ സഹോദരങ്ങളോടൊപ്പം ഹസ്തിനാപുരത്തേക്ക് വരണം, ഞാൻ വലിയച്ഛനെ അനുഗമിച്ചു കൊള്ളാം എന്ന് യുധിഷ്ഠിരൻ പറയുന്നിടത്താണ് കുന്തിയുടെ മനസ്സിലെ തീരുമാനം എന്താണ് എന്ന്, അതിൻ്റെ കാരണമെന്താണ് എന്ന് നാം അറിയുന്നത്. അവിടാണ് ഈ അലോലുപ്ത്വം എന്നുള്ള ദൈവീ സമ്പത്തിനെ അതിൻ്റെ പരിപൂർണതയിൽ വ്യാസൻ ചിത്രീകരിച്ച് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയായിരിക്കുന്ന തൻ്റെ പുത്രൻ നിർബന്ധിച്ച് തന്നെ ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും രാജമാതാവായിരിക്കുന്ന കുന്തി അതുവരെ ജീവിതത്തിലെ സർവ്വവിധ ക്ലേശങ്ങളും സഹിച്ച കുന്തി എന്തിനു വേണ്ടി? പാണ്ഡുവിനു വേണ്ടി, അതേപോലെ ഈ കുരുവംശത്തിനു വേണ്ടി, അതേപോലെ തൻ്റെ അച്ഛനായ കുന്തിഭോജനു വേണ്ടി, ആ വംശത്തിനു വേണ്ടി, തൻ്റെ വളർത്തച്ഛനാണ് കുന്തിഭോജൻ, അദ്ദേഹത്തിനു വേണ്ടി, തൻ്റെ പിതാവായിരിക്കുന്ന ശൂരസേനു വേണ്ടി, അവർക്കെല്ലാം വേണ്ടി അനേക സന്ദർഭങ്ങളിൽ ദുഃഖങ്ങളുടെ വലിയ പരമ്പരകൾ സ്വയം ചുമന്ന കുന്തി ആ അവസരത്തിൽ സുഖമായിട്ട് കൊട്ടാരത്തിൽ വസിക്കാനുള്ള അവസരമാണ് രാജമാതാവ് എന്നുള്ള നിലയിൽ. അതും വലിച്ചെറിഞ്ഞിട്ട് ഇതാ കാനനത്തിലേക്ക് തൻ്റെ ജ്യേഷ്ഠത്തിയോടൊപ്പം അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോടൊപ്പം പുറപ്പെടുന്നു എന്നുള്ളത് പാണ്ഡവന്മാർ അറിയുന്നത് അപ്പോഴാണ്. അമ്മ തിരിച്ചു വരും കൂടെ എന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ അമ്മയുടെ തീരുമാനം അവർ തിരിച്ചറിയുന്നത് അവിടെയാണ്. യാതൊരു സ്ഥാനമാനങ്ങളിലും സുഖത്തിലും അധികാരത്തിലും ഒന്നിലും കുന്തിയുടെ മനസ്സ് ചെല്ലുന്നില്ല, ഒന്നിലും കൊതിയില്ല. താൻ ചെയ്യേണ്ട ധർമ്മമെന്തോ ആ ധർമ്മത്തെ, അത് വ്യക്തി എന്നുള്ള നിലയിൽ തനിക്ക് പലപ്പോഴും എത്രമാത്രം വേദന ഉണ്ടാക്കിയാലും ശരി, ആ ധർമ്മത്തെ യാതൊരു കുറവും വരാതെ സമ്പൂർണമായും നടപ്പിലാക്കുന്ന കുന്തി. എന്തുകൊണ്ട്? ഒന്നിലും ലോലുപതയില്ല, ഒന്നിലും കൊതിയില്ല. പണത്തിലോ പ്രതാപത്തിലോ അധികാരത്തിലോ പേരിലോ പ്രശസ്തിയിലോ ഒന്നിലും കൊതിയില്ല. അഥവാ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തിൽ മാത്രം. ധർമ്മം നടക്കണം, ധർമ്മം നടത്തിയിരിക്കും. ഏതൊരു യോദ്ധാവായ രാജാവിനേക്കാളും കരുത്തുറ്റ മനസ്സ് ധർമ്മം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കുന്തിക്കുണ്ട്. ഭാരത സ്ത്രീത്വത്തിൻ്റെ ശക്തിയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് കുന്തിയിലാണ്. അതാണ് ഭാരത സ്ത്രീത്വത്തിൻ്റെ മഹിമ, അതാണ് ആ കരുത്ത്, ആ മനസ്സിൻ്റെ ആ അലോലുപത്വം, ലോലുപതയില്ലായ്മ. അത് നമുക്ക് നേരിട്ട് കാണാം. നാളെ രാത്രി 8:30 നമുക്ക് ഇതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലുള്ള ദൈവീ സമ്പത്ത്, ദൈവാസുര സമ്പത്ത് വിഭാഗയോഗമാണല്ലോ 16-ാം അധ്യായം. ആ ദൈവീ സമ്പത്തിനെ നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം. അങ്ങനെ മഹാഭാരതത്തെ അടുത്തറിയാൻ ശ്രമിക്കാം. ഒരേ സമയം മഹാഭാരതത്തെയും ഭഗവത്ഗീതയെയും അടുത്തറിയാൻ ശ്രമിക്കാം. ഭഗവത്ഗീതയുടെ കഥാമയ ശരീരമാണ് മഹാഭാരതമെന്നും മഹാഭാരതത്തിൻ്റെ ആത്മാവാണ് ഭഗവത്ഗീതയെന്നും രണ്ടും അഭിന്നമാണ് എന്നും നമുക്ക് നേരിട്ടറിയാം.
അതിന് നാളെ രാത്രി 8:30 വീണ്ടും ഇതേപോലെ ഒരുമിച്ച് കൂടാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു.